നമസ്കാരം ഗൈസ്, സഞ്ജയ് റിയ ഹിയർ. വെൽക്കം ടു ട്രിപ്പ് കപ്പിൾ. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 560 കിലോമീറ്റർ മുകളിലേക്ക് വണ്ടി വെച്ച് ന്യൂയോർക്ക് അപ്സ്റ്റേറ്റിൽ വന്നേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാനഡ ബോർഡറിലാണ്. സുധാ കാണുന്ന കാനഡയാണ്. ഞങ്ങൾക്ക് അത്രയും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ലേക്കിൻ്റെ സൈഡിലാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു കാസിലുണ്ട്. ഞങ്ങൾ ആ കാസിലോട്ട് പോകാൻ വേണ്ടി നോക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളം കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ പോകാൻ നോക്കാൻ പോവാം. ആൻഡ് ഇവിടെ 1000 ഐലൻഡ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതൊക്കെ കൂടി എക്സ്പ്ലോർ ചെയ്ത് അടിച്ചു പൊളിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഇത്രയും ദൂരം വന്നേക്കുന്നത് അതിന്. പോയി നോക്കാം. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ അലക്സാൻഡ്രിയ ബേയിൽ എത്തിയേക്കാണ്. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ 2 കാസിൽസ് കാണാനാണ്. ബോൾട്ട് കാസിലും സിംഗർ കാസിലും. സോ ഇവിടുത്തെ ഒരു ഫേമസ് ടൂർ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ 2 ടിക്കറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. സോ ഏകദേശം 3.5 മണിക്കൂറിൻ്റെ ഒരു യാത്രയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. 1 മണിക്കാണ് ഞങ്ങളുടെ കപ്പൽ പോകാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ഞങ്ങളത് പോയി കാണാനായിട്ട്. ഇവിടെ കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. ഞങ്ങളുടെ ബോട്ട് ഏകദേശം 1 മണിക്കാണ് പോകുന്നത്. ഞങ്ങളോട് 12:45 അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറയും. ഇങ്ങനെ ആ സമയം കൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് ചിൽ ഔട്ട് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സും ഇവിടുത്തെ ബോട്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഫണ്ണുണ്ട്. അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ഞങ്ങളിപ്പോൾ ബോട്ടിൽ കയറി. ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. സോ റൈഡ് തുടങ്ങാൻ പോവാണ്. ന്യൂയോർക്ക് അപ്സ്റ്റേറ്റിലെ അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അലക്സാൻഡ്രിയ ബേ. 1864 ഐലൻഡുകളുള്ള ഈ റീജിയൻ അറിയപ്പെടുന്നത് 1000 ഐലൻഡ്സ് എന്നാണ്. ഇത് US കാനഡ ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിംഗർ കാസിലും ബോൾട്ട് കാസിലും സ്ഥിതി ചെയ്യുന്നതും ഇതേ ഐലൻഡുകളിലാണ്. ആയിരത്തി 1905 സിംഗർ സൂയിങ് മെഷീൻ കമ്പനിയുടെ 5ാമത്തെ പ്രസിഡന്റായിരുന്ന ഫ്രെഡറിക് ഗിൽബർട്ട് ബോണിന് വേണ്ടി പണിതീർത്ത ഒരു കാസലാണ് സിംഗർ കാസൽ. സർ വാൾട്ടർ സ്കോട്ടിന്റെ വിശ്വവിഖ്യാത നോവൽ വുഡ്സ്റ്റോക്കിൽ നിന്നും ഇൻസ്പയർഡായ പ്രശസ്ത ആർക്കിടെക്ട് ഏൺസ്റ്റ് ഫ്ലാഗ് ഒരു മിഡീവൽ കാസലിന്റെ രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഇത് സിംഗർ കാസലിലെ ബ്രേക്ക്ഫാസ്റ്റ് റൂമാണ്. എന്ത് രസമെന്ന് ആലോചിച്ചൊക്കെ. ഇവിടെ ഇരിക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് സൺറൈസും ഈ സൈഡിൽ സൺസെറ്റും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്.
സിംഗർ കാസിലിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ബോൾട്ട് കാസിലാണ്. കളറിലുള്ള പൂക്കളാണ് ഇവിടെ കണ്ടുവരുന്നത്. ഒരു പൂക്കളം മാതിരിയുണ്ട്. നമ്മളിപ്പോൾ സിംഗർ കാസിലിൽ നിന്നാണ് ഇവിടെ വന്നേക്കുന്നത്. ഇതിപ്പോൾ ബോൾട്ട് കാസിലിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. സിംഗർ കാസിൽ സിംഗർ സ്വിംഗ് മെഷീൻ ചെയ്തിരുന്ന ഒരു പ്രസിഡൻറ്റിൻ്റെ കാസിലാണ്. അതൊരു ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് പുള്ളി വെറുതെ പണിയ ഒരു ചെറിയ വീടാണ് ആ കാണുന്നത്. സോ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ബോൾട്ട് കാസിലാണ്. ഇവിടുത്തെ ഹിസ്റ്ററിനെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് അത്ര അറിയത്തില്ല. പോയി നോക്കാം എന്താണ് എൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളെന്ന്. വാൾഡോർഫ് അസ്റ്റോറിയ ഹോട്ടലിന്റെ ജനറൽ മാനേജറായിരുന്ന ജോർജ് ബോൾട്ട് തന്റെ ഭാര്യയ്ക്ക് സമ്മാനമായി 1900 നിർമ്മിച്ചു തുടങ്ങിയതാണ് ബോൾട്ട് കാസിൽ. അമേരിക്കയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൈവറ്റ് ഹോമാണിത്. 1904 ഭാര്യയുടെ മരണത്തോടുകൂടി ഈ കാസിലിന്റെ നിർമ്മാണം നിർത്തിവെച്ചു. 73 വർഷങ്ങൾക്ക് ശേഷം തൗസൻഡ് ഐലൻഡ്സ് ബ്രിഡ്ജ് അതോറിറ്റി $1 ഈ കാസിൽ ഏറ്റെടുക്കുകയും $15 മില്യൺ ഇത് റീസ്റ്റോർ ചെയ്യുകയും ചെയ്തു. നമ്മൾ പോയായിരുന്നു. അവിടെയാണെങ്കിൽ അവർ ഒതൻറ്റിക് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന മാതിരിയാണ് തോന്നിയത്. പക്ഷേ ബോൾട്ട് കാസിൽ ഇപ്പോൾ റിനോവേറ്റ് ചെയ്തുകൊണ്ടോ റിനോവേഷൻ ചെയ്തുകൊണ്ടോ ഒരു ലക്ഷറി ഹോട്ടൽ മാതിരിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആ ഒരു എന്താ പറയുക സാധനങ്ങൾക്കുള്ള പഴമയോ അല്ലെ ആ ഒതൻറ്റിസിറ്റി കുറച്ച് കുറവായിട്ട് തോന്നി. പക്ഷേ ഇവിടുത്തെ മെയിൻ്റനൻസ് ആൻഡ് ഇത് കുറച്ചുകൂടെ വൈഡ് റേഞ്ചിലുള്ള ഒരു കാസിലാണ്. സോ അതിൻ്റെ ഭംഗി ഇതിനുണ്ട്. സമയത്ത് എപ്പിസോഡ് തീരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. സോ ഈ 2 കാസിലും അടിപൊളിയായിരുന്നു. നല്ല വെതർ ആയിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ചാനലിൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച ഓക്കെ.